ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇതിന് നടുവിലൂടെ ഉലാവുന്നത് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ദൈവകൃപ പ്രാപിച്ച ദൈവപൈതൃന് ദൈവസന്നിധിയിൽ വാ പൂട്ടി മൗനമായി അനങ്ങാമ്പാറ നയത്തിൽ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഈ തലമുറയിൽ നടക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ഈ അന്തരീക്ഷത്തിന് ആത്മീയ ശുശ്രൂഷയ്ക്ക് പുഷ്ടി പകരുന്നു. മാധ്യമങ്ങളിലൂടെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ജനസമൂഹം തിരുവഴുത്തുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എല്ലാ ദൈവമക്കളും പുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വചനത്തിനായി ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിച്ചാട്ടെ. ആ പുസ്തകം നിന്ന് പിടിച്ചാട്ടെ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം എനിക്ക് അവസരം നൽകിയത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ശക്തിയോടെ കർത്താവിന് മഹത്വം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴിതെറ്റുകയില്ലെന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം നിന്റെ പാതയ്ക്ക് ദീപമായി ഇതിൽ നിന്ന് നിരന്തരം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇരുട്ടിൻ്റെ ശക്തികളെ ഊരിവെട്ടാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന പടവാളാണ് ജീവന്റെ വചനം. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഓർക്കണം, ഇതിനെ മാറോടടുക്കി പിടിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത് എൻ്റെ പദവിയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം പ്രസക്തമായി വരുന്ന കാലഘട്ടം, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ മുളപൊട്ടുന്ന സമയം. ആ സമയത്ത് ഒരു നിരീശ്വരവാദിയായ ചെറുപ്പക്കാരൻ, യുക്തിവാദിയാണ്, ദൈവാസ്തിക നിഷേധിയാണ്. അദ്ദേഹം ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ പലരും സ്വകാര്യ സംഭാഷണങ്ങളിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ആ ട്രെയിനിൻ്റെ മൂലയ്ക്ക് ഒരു സീറ്റിൽ ഒരു കറുത്ത ബൈൻഡിട്ട ബുക്ക് തിരിച്ചു തുറന്നു പിടിച്ച് അതിലേക്ക് കണ്ണ് നട്ട് മിനിറ്റുകളായി ഒരു മനുഷ്യനിരിക്കുന്നു. വൃദ്ധനാണ് അദ്ദേഹം. അടുക്കൽ ചെന്നൊന്ന് പരിചയപ്പെടാം, വായിക്കുന്നതിൽ തൽപരനായതുകൊണ്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് അടുത്തിരുന്ന് ചോദിച്ചു, എന്താ വായിക്കുന്നേ? അപ്പോൾ പറഞ്ഞു, ബൈബിളാണ് വായിക്കുന്നത്. ബൈബിളിലെ ഏത് ഭാഗമാണ് വായിക്കുന്നത്? ഉത്തരം പറഞ്ഞു, യേശു 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയ ഭാഗമാണ് വായിക്കുന്നത്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അബദ്ധജടിലമായ 5 അപ്പം കൊണ്ട് 5000 യേശു ഭക്ഷണം ഒരുക്കി തൃപ്തിയാക്കി എന്നൊക്കെയുള്ളത് വിശ്വസിക്കാൻ തക്കവണ്ണം മരമണ്ടന്മാരാണോ നമ്മൾ? ഈ മനുഷ്യൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം കണ്ണുകൾ തുറന്ന പുസ്തകത്തിൽ നട്ടു വായന തുടർന്നു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ചെയ്തു. ഇവർ തമ്മിൽ അടുത്തു. ഒടുവിൽ ഇദ്ദേഹം ഇറങ്ങേണ്ട സമയമായപ്പോൾ ഇദ്ദേഹം ശാന്തമായി എഴുന്നേറ്റ് തൻ്റെ പോക്കറ്റിൽ നിന്നും വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ വൃദ്ധനായ മനുഷ്യൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, അവസരമുള്ളപ്പോൾ നമുക്ക് ബന്ധപ്പെടണം. നല്ല വാക്ക് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഈ ദൈവഭൃത്യൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് നിന്ന്, ബൈബിളിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് ഈ മനുഷ്യൻ്റെ നേരെ നീട്ടി. അദ്ദേഹം അത് വാങ്ങിച്ച് ആ കാർഡിൻ്റെ തലക്കെട്ടിലേക്കൊന്ന് കണ്ണോടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇതാരാ ഇരിക്കുന്നതെന്നറിയാമോ? പ്രശസ്ത ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററാണ് ഇരിക്കുന്നത്. ഇത് ഭോഷത്വമാണ്, ഇത് അബദ്ധജടിലമാണ്, ഇത് മതത്തിൻ്റെ സങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞയാളിന് മനസ്സിലായി ശാസ്ത്രലോകത്തെ അതുല്യ പ്രതിഭകളും നെഞ്ചോടടുക്കി പിടിക്കുന്ന പുസ്തകമാണ് ഈ ദൈവത്തിൻ്റെ വചനമെന്ന്.
ഇന്ന് രാത്രി ഇതുമായിട്ട് ദൈവസ്ഥയിൽ ഇരിപ്പാൻ ഭാഗ്യം കർത്താവ് തന്നത് ജീവിതത്തിന്റെ പദവിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഞാൻ പറയാം, ഇന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്നൊരു വാർത്ത നമ്മുടെ കണ്ണിലേക്ക് പെടാം. ആ വാർത്ത ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് മീഡിയയിലൂടെ വായിച്ച് കേൾപ്പിക്കാം. അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇസ്രായേൽ സർക്കാർ 2025 നവംബറിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. 2030 ഇന്ത്യയിൽ നിന്നും 5800 ആളുകളെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയിറക്കാൻ. അടുത്ത പ്രയോഗം, ആദ്യ ഘട്ടം 2026 ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 1200 പേരെ കൊണ്ടുപോകുവാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഞാൻ ഈ വായിച്ച വാർത്ത സാധാരണക്കാർക്ക് വലിയ പ്രസക്തിയുള്ളതല്ല. എന്നാൽ യഹൂദൻ എന്ന ലോകഗതിയുടെ നാഴികക്കല്ലും മാനവ ചരിത്രത്തിന്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലുമായ ആ ജനവർഗത്തെ യുഗത്തിന്റെ സന്ധി അടുക്കുമ്പോൾ ഒരരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നത് പോലെ അരിച്ചെടുത്ത് പലസ്തീന്റെ മണ്ണിലേക്ക് മടക്കി വരുത്തും എന്ന് സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ എഴുതിയ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി നമ്മുടെ കൺമുൻപിൽ നിവർത്തിക്കുന്നത് കാണുമ്പോൾ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവാൻ ബാധ്യതയുള്ള ദൈവമക്കൾ തലകുനിച്ചിരിക്കേണ്ട സമയമല്ല. ഇന്ന് രാത്രി പറയാം, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഈ തലമുറയിൽ സംഭവിക്കും. എല്ലാ ദൈവമക്കളുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്ന രാത്രിയാകണം. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. പലരും ഇന്ന് അലസതയോടെ ആത്മലോകം കഴിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളെ, പിതാക്കന്മാർ പ്രസംഗിച്ച കർത്താവിൻ്റെ മടങ്ങിവരവ് നമ്മുടെ തലമുറയിൽ നേരിട്ട് കാണുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആത്മാവിൽ പറയണം, കൊണ്ടു നടന്ന് തടി പിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ചൊരു കൊലക്കൊമ്പൻ ഉത്സവപ്പറമ്പിൽ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തിട്ട് ചവിട്ടിക്കീറി നാലുപാടേക്കും വലിച്ചെറിഞ്ഞ് കൊലവിളി നടത്തുന്നത് പോലെ ഈ പ്രകൃതി മനുഷ്യനെതിരെ കുലവിളി നടത്താൻ തുടങ്ങുന്ന ദുരന്തത്തിലേക്ക് മാനവജാതിയുടെ ചരിത്രം അതിവേഗം പാഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശാ പുരുഷൻ, ഞങ്ങളുടെ രക്ഷാനായകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ഈ ആകാശമേഘങ്ങളിൽ തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരത്തക്ക വിധം ലോക സംഭവങ്ങൾ ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവജനം അതിനുവേണ്ടി ഒരു പടി കൂടെ ഒരുങ്ങുകയും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കാലഗതി മനസ്സിലാക്കി ദൈവിക വിഷയങ്ങളിൽ പരിജ്ഞാനത്തോടെ പെരുമാറുവാൻ ആഗ്രഹിച്ചും താല്പര്യപ്പെട്ടും കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ദൈവത്തിന്റെ വചനം തുറക്കാം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ആലോചന പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം, ദൈവത്തിന് സ്തോത്രം, 17-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തുറന്ന് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ആ ഭാഗത്തേക്ക് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ചിന്തയും ശ്രദ്ധയും ഊന്നുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 17-ാം അധ്യായത്തിന്റെ 24 മുതൽ ഞാൻ വായിക്കാം ആദ്യം. അതിനുശേഷം പ്രിയപ്പെട്ടവർ അതിന്റെ സൗകര്യാർത്ഥം ഒന്ന് വായിച്ച് സഹായിക്കണം. വേദപുസ്തകം കൈകളിലെടുത്തവരൊന്ന് കരങ്ങളിൽ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24 മുതൽ. മിന്നൽ ആകാശത്തു നിന്ന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ അതേ ആകും. എന്നാൽ ആദ്യം അവൻ
വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ച് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. ഒരു നിമിഷം നമുക്ക് ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എൻ്റെ പിൻപിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരാണ് ഇരിക്കുന്നത്. എൻ്റെ മുൻപിൽ വളരെ ആത്മദർശനമുള്ള ദൈവമക്കളാണ് ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ ഇവിടെ സംഭവിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളുടെ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഒരു പോലും അടഞ്ഞിരിക്കാതെ പ്രാർത്ഥനയിൽ പോരാടാൻ നിയോഗമുള്ളവരെല്ലാവരും ആത്മാവിൽ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നാട്ടെ. ഇതൊരു കേവലം പ്രവചന പ്രഭാഷണം എന്നതിനേക്കാൾ പാതാള ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ കെട്ടുകളെ വെട്ടിമാറ്റി ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് ജീവന്റെ പുസ്തകത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർക്കുന്ന രാത്രിയാകേണ്ടതിന് ആത്മഭാരമുള്ള ദൈവമക്കൾ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷയിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ആത്മാവിൻ്റെ പന്തിയിലിരുത്തണമേ. ജീവന്റെ വചനമെന്ന അപ്പം മുറിവേറ്റ കൈകളിലെടുത്ത് ഞങ്ങൾക്ക് ഇന്ന് രാത്രി മുറിച്ചു വിളമ്പി തരണമേ. ഞങ്ങൾ ഇന്ന് രാത്രി ശൂന്യതയോടെ അല്ല, പകർച്ചകളോടെ വീടുകളിലേക്ക് മടങ്ങട്ടെ. കർത്താവ് ഇത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏറ്റവും ഗൗരവമേറിയ ഒരു പരാമർശനം തൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധ മതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം. എല്ലാ മതസ്ഥരും തങ്ങളുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, അത് വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, അത് സത്യസന്ധമെന്ന്, അത് ഈശ്വര ആസ്തിക്യത്തിന്റെ പ്രഖ്യാപിത രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ വിശുദ്ധ തിരുവെഴുത്തിന്റെ പരമ ഉത്കൃഷ്ടത, ഇതിന്റെ പവിത്രത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ തെറ്റിക്കൂടായ്മ, ഇതിന്റെ ദിവ്യത്വം, മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇതിന്റെ അപ്രമാദിത്വം എവിടെയാണ് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇതിന്റെ ദിവ്യത്വം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിറവേറിക്കഴിഞ്ഞതും നിറവേറൽ കാത്തു കിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ അടിസ്ഥാന പ്രവചനങ്ങളിലാണ്. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവചിച്ചതുപോലെ പിതൃസന്നിധിയിൽ തൃക്കരങ്ങളം തങ്കത്തളികയിൽ രക്തവുമായി മധ്യസ്ഥതയണച്ച് പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ പോകുന്ന ഒരുവനേ ഉള്ളൂ. അതിന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. അവനാണ് ഈ പ്രവചനത്തിന്റെ കേന്ദ്ര ബിന്ദു. ഈ പ്രവചനത്തിന്റെ ആധാരരേഖ ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. നിങ്ങൾ തിരിച്ചറിയണം, ഇത് ഒരു കാലഘട്ടത്തിന്റെ സന്ധിയിലേക്കുള്ള യാത്രയാണ്.
വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസി എന്ന പ്രവചന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ ക്ലാരൻസ് ലാർക്കിൻ എഴുതിയ ചരിത്ര പ്രസിദ്ധമായ ഡിസ്പാൻസിയേഷണൽ ട്രൂത്ത് എന്ന ഒരു പുസ്തകത്തിൽ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 വാക്യങ്ങൾ പ്രവചനങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 266 വേദഭാഗങ്ങൾ ലോകത്തിന്റെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യവർഗത്തോട് സംസാരിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്താമോ? ആ പ്രിയപ്പെട്ടവരെല്ലാവരും ബോധപൂർവ്വം ഒരിക്കൽ കൂടെ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്താമോ? ഞാൻ ഈ പുസ്തകം കരങ്ങൾ ഉയർത്തിക്കാൻ പറയുന്നതിന്റെ കാരണം ഇതകത്തോട്ട് കയറുന്ന ദൈവമക്കൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അമരാനന്ദം അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം സ്തോത്രത്തോടെ അനുഭവിക്കാൻ കഴിയും. കാരണം അത്രമാത്രം വിശിഷ്ടമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവപൈതലേ, നീ സങ്കല്പത്തിന്റെ മുൻപിലല്ല, നീ ഭാവനയുടെ മുൻപിലല്ല, നീ കാവ്യ ഗ്രന്ഥങ്ങളുടെ ഭാഷയ്ക്ക് മുൻപിലല്ല, ലോക ചരിത്രത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഗ്രന്ഥത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇതിന്റെ അതുല്യത ഓർത്താൽ വാപൂട്ടി മൗനമായി ഇരിക്കില്ല. അറിയാതെ ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. അത്ര പ്രാധാന്യമുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. ഞാൻ പറയാം, 2 ലോകമഹായുദ്ധങ്ങൾ ചരിത്രം കണ്ടില്ലേ? ഒന്നാമത്തെ ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെ കൊല്ലപ്പെട്ടത് എത്ര പേരെ അറിയാമോ? 100 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 1 കോടി പേർ കൊല്ലപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ എത്ര പേർ കൊല്ലപ്പെട്ടെന്നറിയാമോ? 550 ലക്ഷം പേർ, 5.5 കോടി പേർ കൊല്ലപ്പെട്ടു. പക്ഷേ ബൈബിൾ പറയുന്നു ലോക ചരിത്രത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിൽ മധ്യപൂർവ്വ പ്രദേശമാണ്. ലോക ചരിത്രത്തിന്റെ അധോഗതിയുടെ ചുടലക്കളവും മധ്യപൂർവ്വ പ്രദേശമായിരിക്കും. ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ, അവിടെ അടുത്ത ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഏതൊക്കെ രാഷ്ട്രീയ വിഭാഗങ്ങൾ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ബൈബിൾ പ്രവചനം അതിന്റെ നിവൃത്തിയിലേക്ക് പാഞ്ഞെടുക്കും. അതിൽ ശക്തിക ചേരികളായി വെളിപ്പെടുന്ന അതിപ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്ന് ഇറാൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമായിരിക്കും. അതിന്റെ അന്ത്യഘട്ടത്തിന്റെ പാദവിന്യാസങ്ങളും ചിലമ്പൊലികളും മുഴങ്ങുമ്പോൾ ആ രംഗത്തെ കുറിച്ച് യെഹെസ്കേൽ 38 പറയുന്ന ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എപ്പോൾ സംഭവിക്കും? ഈ യുദ്ധത്തിന്റെ ചേരികൾ ആരൊക്കെ ആയിരിക്കും? ഈ യുദ്ധത്തിന്റെ ആയുധങ്ങൾ എങ്ങനെ വിന്യസിക്കപ്പെടും? ഇത് വ്യോമയുദ്ധമാണോ അതോ അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധമാണോ? ഈ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്ന് വരെ എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനമെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച നീ മൗനമായി ഇരിക്കേണ്ട കാലമല്ല. റോഷ്, മേശക്, തൂബൽ, റഷ്യ, മോസ്കോ, സൈബീരിയ, റോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി, പ്രയോഗം ശ്രദ്ധിക്കണം, താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി വലിച്ചാൽ മലം നല്ല വലിയുന്നത് കമിഴ്ന്നാണ് വലിയുന്നത്. കമിഴ്ന്ന് വലിയുക എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ടായിട്ടല്ല, ഏതോ ഒരു സ്വാധീന ശക്തി കൊണ്ട് വലിച്ചിഴക്കപ്പെട്ട് യുദ്ധ ഗോദാവിലേക്ക് കമന്നു വരികയാണ്. അതിൽ മുൻകൈ എടുക്കുന്നവരെന്നറിയാമോ? പാർസികൾ, പേർഷ്യ, ഇറാൻ, പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേർ, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും ഇങ്ങനെ സകല ജാതികളെയും നിന്റെ അടുക്കൽ കൂട്ടുമാറാക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നിലത്തുകൂടെ നടന്നായിരിക്കില്ല, ആകാശത്തൂടെ പറന്ന് കയറിയായിരിക്കും വരിക. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്നോടുകൂടെയുള്ള പടക്കൂട്ടങ്ങൾ മുഴുവൻ യെരൂശലേമിനെ മൂടും. ദൈവത്തിന് സ്തോത്രം.
ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടനും അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള ഭൂവിഭാഗങ്ങളിലെ ജനസമൂഹം നിനക്ക് നേരെ യുദ്ധമേഖലയിൽ അണിനിരക്കും. ഇനിയും അന്ന് ഉപയോഗിക്കപ്പെടുന്ന യുദ്ധതന്ത്രത്തിലെ സമരായുധത്തിൽ കത്തി വീഴുന്ന അസ്ഥികളിൽ തൊട്ടാൽ അവർ കൂടെ നശിച്ചു പോകത്തക്ക വിധത്തിലുള്ള ആയുധം അവിടെ ഉപയോഗിക്കപ്പെടും. അവർ തിരഞ്ഞു പിടിക്കുന്ന ജൈവ വസ്തുക്കളെ വിദഗ്ധ സംഘം എന്നടുക്കും. അതിൻ്റെ അർത്ഥം അവിടെ ജൈവ ഘടനയിൽ വികിരണം സംഭവിക്കുന്ന അണ്വായുധം പ്രയോഗിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവമക്കൾ ഒരു കയ്യിൽ പത്രവും മറുകൈയിൽ ബൈബിളും എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അതിലേക്ക് സംഭവങ്ങൾ അടുക്കുന്നത് കാണുമ്പോൾ ദൈവമക്കൾ തലകുനിച്ചിരിക്കേണ്ടവരല്ല, ദൈവമക്കൾ തല ഉയർത്തിക്കൊണ്ട് പറയണം, എൻ്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും. അല്പമൊന്ന് ഫീഡ്ബാക്ക് വയ്ക്കണേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും. ആ ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം. ഫീഡ്ബാക്ക് അല്പം കൂടെ ഉയർത്തി തരണേ. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, എൻ്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും. അപ്പോൾ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഈ പ്രത്യേക കാര്യപരിപാടിയുടെ അവസാന ഘട്ടം വരുമ്പോൾ രണ്ട് പ്രത്യേക കാലഘട്ടം ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടും. നമുക്കറിയാം, ബെഥാന്യയ്ക്കും ബെത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് കഴുതമേൽ കയറി യേശു യെരൂശലേമിലേക്ക് ചെല്ലുകയാണ്. അവന്റെ യാത്രാമൃഗം ഒരു കഴുതയാണ്. കഴുത പ്രവാചക വാഹന മൃഗമാണ്. പ്രവാചക വാഹന മൃഗമായ കഴുതപ്പുറത്താണ് കർത്താവിന്റെ യാത്ര. അവൻ യെരൂശലേം ദൈവാലയത്തിന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ സ്തോത്രം, തനിക്കെന്താണോ ഇവിടെ കാര്യം എന്ന മട്ടിൽ യേശുവിനെ അവർ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ദേവാലയ ശുദ്ധീകരണത്തിന് അവൻ ശ്രമിച്ചു. ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്നത് പൗരോഹിത്യ കർമ്മമാണ്. അവൻ ആ ജനതയുടെ പുരോഹിതനായിട്ടാണ് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓർക്കുക, അവൻ ഒറ്റയ്ക്കല്ല, പരിവാരത്തോടു കൂടെയാണ് വന്നത്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. അങ്ങനെയാണെങ്കിൽ യേശു ആരാണ് എന്ന യാത്രയിൽ തെളിയിക്കുകയാണ്. അവൻ ആ ജനതയുടെ പ്രവാചകനാണ്, ആ ജനതയുടെ പുരോഹിതനാണ്, ആ ജനതയുടെ രാജാവാണ്. യേശു യെരൂശലേം ദൈവാലയത്തിൽ എത്തിക്കഴിഞ്ഞു. അവനെ അവർ പുറത്താക്കി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ നമ്മുടെ കർത്താവ് യെരൂശലേമിനോട് വിട പറയുകയാണ്. അപ്പോൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരോട് അന്ത്യമായി വിട പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം ദൈവാലയത്തിന്റെ കുന്നിൽ നിന്നും യാഗത്തിന്റെ ഇച്ഛിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒലിപ്പുതോട് കുറുക മുറിച്ച് പടിഞ്ഞാറേ ചരിവിൽ ഉയർന്നു നിൽക്കുന്ന ഇത്രയും ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ പാദം തൊടുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലം ഓർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് നല്ല ശിഷ്യന്മാർ ഒരുമിച്ച് അങ്ങോട്ട് നടന്നു നീങ്ങുകയാണ്. ആ യാത്രയ്ക്ക് അവസാന സമയം ഒരു കൽക്കൂട്ടത്തിൽ ഇരുന്ന് യേശു ശിഷ്യന്മാരും ഗുരു ശിഷ്യ ബന്ധത്തിൽ വസ്തുതകൾ ഗ്രഹിക്കുമ്പോൾ അത്ഭുത പരതന്ത്രരായ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്റെ വരവിനെ സംബന്ധിച്ച് നീ പറഞ്ഞല്ലോ മടങ്ങി വരുമെന്ന്, അതെപ്പോഴാണ് സംഭവിക്കുക? അതെപ്പോഴാണ് സംഭവിക്കുക? സമയം ഒന്ന് പറയാമോ? ഉടനെ കർത്താവ് പറഞ്ഞു, ആ നാളും നാഴികയും എന്ന് പറഞ്ഞാൽ ആ ദിവസവും മണിക്കൂറും എൻ്റെ പിതാവ് തൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്നതാണ്. അത് വ്യക്തമാക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു സീസൺ ഞാൻ നിങ്ങളോട് പറയാം. ആ സീസൺ കൺമുൻപിൽ മടങ്ങി വരുമ്പോൾ എൻ്റെ വരവ് അടുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ആ സീസൺ ഏതാണ്ട് ഇവിടെ അടുത്തു കഴിഞ്ഞു. അത് രണ്ട് സീസണിന് തുല്യമായ കാലമായിരിക്കും. ഒന്നാമത്തെ സീസൺ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം നോഹയുടെ കാലമാണ്. രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത് ലോത്തിന്റെ കാലമാണ്. എന്ന് പറഞ്ഞാൽ ഗേ ലെസ്ബിയൻ മ്ലേച്ഛത
കത്തി ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങളെ വർഷിച്ച് ഈ മണ്ണിനെ ഒരു പിടി തീച്ചാറിൽ മുക്കിക്കൊണ്ട് സോദോം ഗൊമോറകളെ കൈകാര്യം ചെയ്ത എൻ്റെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അഗ്നി ഈ മണ്ണിൽ പെയ്തിറങ്ങത്തക്ക വിധത്തിൽ ഗേ ലെസ്ബിയൻ മ്ലേച്ഛത ഇവിടെ വർദ്ധിക്കുന്ന കാലമായിരിക്കും അത് എന്ന് യേശു ക്രിസ്തു സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന യുവക്കളെ, വേദപുസ്തകം നമ്മൾ ഗൗരവമായി പഠിച്ചാൽ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള, ശ്രദ്ധിച്ചു കേൾക്കണേ, വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം, രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗം, മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം, നാലാമത്തെ യുഗം വാഗ്ദത്ത യുഗം, അഞ്ചാമത്തെ യുഗം അതേ ന്യായപ്രമാണ യുഗം, ആറാമത്തെ യുഗം കൃപായുഗം, ഏഴാമത്തെ യുഗം സഹസ്രാബ്ദ യുഗം. ഇങ്ങനെ യുഗകാര്യ പരിപാടികൾ ദൈവം തിരിച്ചിട്ടുണ്ട്. ഒരു യുഗത്തിന്റെ സന്ധിയിലും അടുത്ത യുഗത്തിന്റെ ഉത്ഭവത്തിലും സംഭവങ്ങൾ ചില നടന്നിട്ടുണ്ട്. നിഷ്കൽമഷ യുഗം, ശ്രദ്ധിക്കുക, ഏദൻ പൂങ്കാവനത്തിൽ ആദ്യ മാതാപിതാക്കളെ ആക്കിയത് മുതൽ പാപക്കനി പിടിച്ചു കടിച്ചു പാളിച്ച പറ്റി പതനം ഭവിച്ച് ആദ്യ മാതാപിതാക്കൾ ഏതെന്ന് പുറത്താക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം നിഷ്കൽമഷ യുഗമാണ്. രണ്ടാമത്തേത് മനസാക്ഷി യുഗം, സ്തോത്രം, അത് ഏതിൽ നമ്മൾ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്യ പ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷി യുഗമാണ്. മൂന്നാമത്തേത് മാനുഷിക ഭരണയുഗമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, സോദോം ഗൊമോറയ്ക്കൊക്കെ മുൻപ് ആ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ നോഹയ്യ പ്രളയത്തിന് ശേഷം ബാബേൽ ഗോപുര നിർമ്മാണം മുതൽ അബ്രഹാമിനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുന്നത് വരെയുള്ള കാലഘട്ടം മാനുഷിക ഭരണയുഗമാണ്. അടുത്ത യുഗം വാഗ്ദത്ത യുഗമാണ്. അബ്രഹാമിനെ ഇന്നത്തെ ഇറാഖിന്റെ പശ്ചിമ പ്രദേശത്തുള്ള ദൽമുക്കയാർ എന്ന പട്ടണത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെടുന്നത് മുതൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം വാഗ്ദത്ത യുഗമാണ്. അടുത്തത് ന്യായപ്രമാണ യുഗമാണ്. ശ്രദ്ധിക്കുക, ന്യായപ്രമാണ യുഗം രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഒന്നാമത്തെ മല സീനായി കൊടുമുടി, അടുത്ത മല കാൽവറി മല. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. സീനായി മല, മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം എൻ്റെ ദൈവം കൽപ്പനകൾ കൽപ്പലകകളിൽ എഴുതി നൽകിയ സീനായി മലയ്ക്കും എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകൻ സ്വന്തം ശരീരത്തെ ബലിയായി ഏൽപ്പിച്ച ഗോൽഗോഥ മലയ്ക്കുമിടയിൽ ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. അടുത്ത യുഗം കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധാത്മയുഗമാണ്. അത് രണ്ട് പുനരുത്ഥാനങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുകയാണ്. ന്യായപ്രമാണ യുഗം രണ്ട് മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ കൃപായുഗം രണ്ട് പുനരുത്ഥാനങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ പുനരുത്ഥാനം ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേൽപ്പ്. അടുത്ത പുനരുത്ഥാനം യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കാഹളത്തിന്റെ നാദത്തിങ്കൽ ഈ മണ്ണ് വിട്ട് പർദീസയിലേക്ക് പറന്നുയരുന്ന പുനരുത്ഥാനം. ഇന്ന് രാത്രി പ്രത്യാശയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം. അത് അക്ഷരികമായി സംഭവിക്കും. എൻ്റെ കർത്താവിന്റെ മടങ്ങി വരവ് ആ കാഹളത്തിന്റെ ഉരത്ത നാദത്തിൽ മധ്യാകാശത്തിൽ സംഭവിക്കാൻ ചരിത്രം അതിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇതിൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധ്യയിൽ ഒരു ഭീകര സംഭവം ലോകത്തിൽ നടന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണേ, സ്വർഗത്തിന്റെ ഒരു കോണിൽ ചാരികസേരയിൽ ചാരിക്കടന്ന് താമ്പൂല മിശ്രിതം വായിൽ കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ഉറങ്ങുന്ന പൊട്ടനപ്പൂപ്പനല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. നീതിയോടെ ന്യായം വിധിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഈ ദൂത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ക്രൈസ്തവരുടെ രക്തം വീഴുന്ന മണ്ണിനോട് കണക്ക് തീർക്കുന്ന ഒരു കരം ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു
നടക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന്റെ മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുക, ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തർ അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്നുണ്ട്. ആരൊക്കെ മറച്ചാലും, ആരൊക്കെ തെളിവുകൾ നശിപ്പിച്ചാലും, ആരൊക്കെ സാക്ഷികളെ ഇല്ലാതാക്കിയാലും ദൈവത്തിന്റെ നീതി കത്തുന്ന വിളക്കാണ്. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും ഇവിടെ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഇന്നലെ എൻ്റെ ദൈവം കാര്യത്തിന്റെ മേൽ കണക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ ദൈവം കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കില്ല. കാര്യത്തിന്റെ കാവ്യ നീതി ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടും. ആ കരത്തെ തടയാൻ മനുഷ്യ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ന്യൂ ഓർലിയൻസിനെ അറിയാമോ? ന്യൂ ഓർലിയൻസ്, ദൈവത്തിന് സ്തോത്രം. പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള ആ മേഖലയിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരിക്കൽ അവിടെ എത്തിയപ്പോൾ അവിടെ മുഴുവൻ അതിഭയങ്കരമായ ജനത്തിരക്കാണ്. എന്താണെന്ന് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് അടുത്ത ദിവസം ആ പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് ഗേ ലെസ്ബിയൻ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു നഗ്ന പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പൂർണ്ണ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ കടൽ തീരത്ത് ഒത്തുകൂടുന്ന ഒരു വലിയ പദ്ധതി. പക്ഷേ അത് നടക്കുന്ന രാത്രിയിൽ എൻ്റെ ദൈവം സ്തോത്രം ഭൂഗർഭ പ്ലേറ്റുകളെ ഒന്ന് ചലിപ്പിച്ച് കേട്ടോ. ആയിരക്കണക്കിന് ആളുകളുടെ ഡെഡ് ബോഡി, സ്രാവുകൾ കൂണായി മാറി. സ്വർഗം മൗനമായിരിക്കില്ല. വിഷയങ്ങളുടെ മേൽ ഇടപെടാൻ ദൈവം എഴുന്നേറ്റാൽ ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ ഗ്രഹാം സ്റ്റെയിൽസും പിഞ്ചു കുഞ്ഞുങ്ങളും ആ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ എണ്ണ എടുത്തൊഴിച്ചിട്ട് ആ തീക്കകത്ത് പിടയുന്ന കത്തിക്കുന്ന സമയത്ത് പ്രാണരക്ഷാർത്ഥം രണ്ട് കുഞ്ഞുങ്ങളെയും മാറിൽ അടുക്കി പിടിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തൃശൂലം കൊണ്ട് അകത്തോട്ട് കുത്തി മലത്തി വീണ്ടും കത്തിച്ച് ചാമ്പലാക്കിയവർ വാഴുന്ന മണ്ണിൽ അധികം താമസിക്കാതെ ഒരു സൂപ്പർ സൈക്ലോൺ കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ അവൻ മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല, അവൻ മൗനവ്രതത്തിലല്ല. ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായും വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. അത് കുടിശ്ശികയും പലിശയും തീർത്ത് തരാൻ ആ കരം ബലത്തോടെ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ആമേൻ പറഞ്ഞു പറയണം. ഞാൻ സേവിക്കുന്ന ദൈവം സ്വർഗത്തിന്റെ ചാരികസേനയിൽ ഉറങ്ങുന്ന ദൈവമല്ല. ഇന്നലകളിൽ അവൻ കണക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ നാളെ അവൻ കണക്ക് തീർക്കാതിരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ന ആ മാരക വിപത്ത് എങ്ങനെയാണ് തുടക്കം കുറിച്ചത്? ആഫ്രിക്കയിൽ കുരങ്ങുകളിൽ തുടക്കം കുറിച്ച് സ്തോത്രം ജനങ്ങളിൽ പ്രവേശിച്ച വൈറസാണ് എയ്ഡ്സ് എന്നായിരുന്നു തുടക്ക ചിന്താഗതി. എന്നാൽ 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഈ രോഗം പ്രോട്ടോപ്രിൻസ് തലസ്ഥാനമാക്കിയ ഹെയ്ത്തി എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയപ്പോൾ ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് മനസ്സിലായി. മ്ലേച്ഛമായ ലൈംഗിക അരാജകത്വം തുടികൊട്ടുന്ന ആ മണ്ണിൽ അസാൻമാർഗീയതയും ദുർമന്ത്രവാദവും സെക്ഷൽ ഇമോറാലിറ്റിയും പെരുകുമ്പോൾ ചോദിക്കാനും
പറയാനും ആളില്ലെന്ന് വിചാരിച്ചു. എന്നാൽ അധികം താമസിക്കാതെ എന്റെ ദൈവം ഹെയ്ത്തിയെ ഒന്ന് പിടിച്ചു കുലുക്കി 65,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ തീ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്ന സുവിശേഷ യോഗമാണ് ഇന്ന് രാത്രി ഇവിടെ ഉയർത്തി പറയുന്നത്. ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരമെന്നറിയപ്പെടുന്ന ലൂസിയാന എവിടെ? കാലം കണക്ക് തീർക്കാതിരിക്കില്ല. എന്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കാൻ എഴുന്നേറ്റാൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരുത്തനും ഈ മണ്ണിലില്ല. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ശബ്ദം ഉയർത്തി പറയണം, ആ കരം ചരിത്രത്തിൽ അധികം താമസിക്കാതെ ചലിക്കും. ദൈവത്തിന് സ്തോത്രം. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്നത്തെ കാലത്തെ വിവേചിക്കണം. ഇത് 2 കാലം ഞാൻ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് വേഗം കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാലം നോഹയുടെ കാലം, രണ്ടാമത്തെ കാലം ലോത്തിന്റെ കാലം. ഈ 2 കാലങ്ങൾ എവിടെ വരെ എത്തിച്ചേർന്നു എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് രാത്രി എൻ്റെ കർത്താവ് മടങ്ങി വരാറായി എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാലം ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ എന്ന് പറയുന്ന ഈ 2 പ്രയോഗങ്ങളിൽ നോഹയപ്പച്ചന്റെ കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ചരിത്രം അറിയാവുന്നത് കൊണ്ട് ഞാൻ ചുരുക്കി അത് പറയാം. ദൈവത്തിന് സ്തോത്രം. നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. പട്ടിയും പൂച്ച എലിമേ എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. സ്തോത്രം. 4 മിക്കവാറും ഈ 2 പെട്ടകത്തിൽ കയറിയിട്ടും ഈ 2 പെട്ടകത്തിൽ കയറിയില്ല. സ്തോത്രം. ഇല്ല, മനസ്സിലായില്ലേ? ഈ 2 പെട്ടകത്തിൽ കയറിയില്ല. എടാ, കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറുന്നത് കാണുമ്പോൾ ഇതിനകത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഇവൻ അതുപോലും മനസ്സിലാക്കിയില്ല. പരിഹാസം തുടർന്നു. നാട്ടുകാരുടെ പരിഹാസത്തെ കുറിച്ച് കെ വി സൈമൺ സാർ തന്റെ വേദവികാരത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയെന്നറിയാമോ? മൂഢനാണ് ഇയാൾ, അയ്യോ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോണ്ട് എഴുതുക. മൂഢനാണ് ഇയാൾ, അയ്യോ, തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രളയം വന്ന് ഈ മണ്ണിനെ മൂടുമെന്ന് പ്രസംഗിച്ചതിന് മുൻപിൽ പരിഹാസ ചുവയിൽ പറയുകയാണ്. മൂഢനാണ് ഇയാൾ, അയ്യോ, തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ. അപ്പച്ചന്റെ അസുഖം നാട്ടുകാർ പറഞ്ഞു കേട്ടോ. ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കറക്കമാണ്. പക്ഷേ 1-2 കുളി എണ്ണ വെച്ച് കുളിച്ചീരിൽ കുറെയൊക്കെ മാറും. ഈ ചറുപറ പറയുന്നതും മാറും. കണ്ട മനുഷ്യരോടെല്ലാം ജലപ്രവാഹം ഉണ്ടാകുമെന്ന് തൊണ്ട വിട്ടലറിയാൽ ഉണ്ടാകുമോ ജലപ്ലാവും ഇല്ലാത്ത കുണ്ടാവണ്ടി ഒപ്പിക്കും ഇങ്ങേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരുടെ പരിഹാസം. ആരൊക്കെ പരിഹസിച്ചാലും അരുളി ചെയ്ത ദൈവം അരുളി ചെയ്തത് സത്യമാണെങ്കിൽ സമയമടുക്കുമ്പോൾ ആകാശത്തിന്റെ കലവറ തുറക്കാൻ എന്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിക്കും. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവമക്കൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. പെരുമഴ പ്രവചിക്കുന്ന സമയത്ത് ചെറുമഴ കണ്ടിട്ടില്ല. ഒരു വെൺകീർ മേഘം പോലും തലയ്ക്ക് മുകളിൽ നിഴൽ പിടിക്കാത്ത സമയത്ത് ഈ ദൈവദാസൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. വരാൻ തുടങ്ങുന്ന പെരുമഴ. എൻ്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണേ. 2 വലിയ ജലശേഖരങ്ങളെ എൻ്റെ ദൈവം തുറന്നു വെച്ചു. ഒന്ന്, ആകാശത്തിന്റെ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം താഴേക്ക് ഇരമ്പി ഇറങ്ങി. 2, ഭൂഗർഭ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം മുകളിലേക്ക് ഇരമ്പി കയറി. എന്നിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് ഈ പെട്ടകം അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. ഉയർന്ന് അന്നറിയപ്പെട്ട ഏറ്റവും വലിയ പർവ്വതമായ അറാറാത്തിന്റെ തലപ്പത്ത് ടർക്കിയുടെ ബോർഡറിൽ ഇറാന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാബ്ദങ്ങളായി മഞ്ഞുമൂടി
മൂടിക്കിടക്കുന്ന, വർഷത്തിന്റെ 9 മാസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മലയുടെ മുകളിൽ പോയി ഈ പെട്ടകം ഉയർത്തുറച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് താണ് പറന്ന വൈമാനികർ ഒരു വലിയ പെട്ടകം അവശിഷ്ടം മഞ്ഞിൽ ഉറച്ചു കിടക്കുന്നത് കണ്ട് ഇറങ്ങി അതിൽ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ 6000-ലധികം കൊല്ലം പഴക്കമുള്ള ഒരു വലിയ പത്തേമാരി അവിടെ ഉറച്ചു കിടക്കുന്നത് കണ്ടിട്ട് അത് നോഹയുടെ പെട്ടകമെന്ന് ശാസ്ത്രം തെളിയിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ടിട്ട് ആമേൻ പറയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എന്റെ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കും. ആരംഗീകരിച്ചാലും ആരവഗണിച്ചാലും ലക്ഷണം കേട്ടു തുടങ്ങിയ ദൈവമക്കൾക്ക് വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ലക്ഷണം കേട്ടു തുടങ്ങിയ ദൈവമക്കൾക്ക് അറിയാത്തൊരു കത്തലകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ തലമുറയിൽ എന്റെ കർത്താവ് മടങ്ങി വരും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയട്ടെ, ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്നു എന്റെ കർത്താവിനെ മടങ്ങി വരും ഈ തലമുറയിൽ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ ഈ തലമുറയിൽ അത് സംഭവിക്കും. ഈ വടക്കേ ഇന്ത്യയിൽ ഒരിക്കൽ സ്തോത്രം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ശാസ്ത്രജ്ഞനായ മനുഷ്യൻ സ്തോത്രം പെട്ടെന്ന് ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. റെയിൽവേക്കാർ അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? പറഞ്ഞു, ഈ ലൈനിൽ ആരോ ട്രാക്ക് മുറിച്ചിട്ടിട്ടുള്ളതായി ഞാൻ ബലമായി സംശയിക്കുന്നു. പെട്ടെന്ന് തന്നെ ഗവേഷണം നടത്തി, നിരീക്ഷണം നടത്തി. കണ്ടു 500 മീറ്റർ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് വിപ്ലവകാരികൾ തകർത്തിട്ടിരിക്കുകയാണ്. സ്തോത്രം. തിരിച്ചു വന്ന റെയിൽവേ ഗാർഡ് ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ഇങ്ങനെ വഴിയിൽ തകർത്തിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത്, ട്രെയിൻ ട്രാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുക് 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 എന്ന ശബ്ദത്തോടെ യാത്ര ചെയ്യുമ്പോൾ ആ ശബ്ദം ഇഞ്ചന്റെ ശബ്ദമല്ല, പാളവും ഇഞ്ചനും തമ്മിലുള്ള, വാഹനവും തമ്മിലുള്ള അലൈൻമെന്റിന്റെ താളമാണ്. ഈ അലൈൻമെന്റ് പാളം തകർന്നിട്ടുണ്ടെങ്കിൽ അലൈൻമെന്റ് മാറും. അലൈൻമെന്റ് മാറുമ്പോൾ താളം മാറും. താളം മാറുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുൻപിൽ എവിടെ പാളം തകർന്നിട്ടുണ്ട്. ഞാൻ പാളവും താളവും പറയാൻ വന്നതല്ല. എന്റെ മുൻപിലിരിക്കുന്ന ഭൗതികത മാത്രം പ്രതീക്ഷിക്കുന്നവർക്ക് ഇതിന് സ്വതന്ത്രം പറയാൻ പറ്റില്ല. എന്നാൽ കർത്താവിനെ മടങ്ങി വരെ കൊതിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇതിനകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചെവി ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ സംഭവിക്കാൻ തുടങ്ങുന്നത്. ഈ തലമുറയിൽ എന്റെ കർത്താവ് മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പാഞ്ഞടുക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ആമേൻ. കർത്താവായ യേശുവേ മടങ്ങി വരയണമേ. ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ഇന്ന് രാത്രി ഉറപ്പായി പറയുന്നു, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നിന്റെ രക്ഷകൻ മടങ്ങി വരുന്നത് കാണാൻ ഈ തലമുറ ഒരുക്കപ്പെടുന്നു. അതാ കൺമുൻപിൽ നോഹയുടെ കാലം എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഈ രാത്രി അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നോഹയുടെ കാലം. അങ്ങനെയാണെങ്കിൽ ഈ കാലത്തിന്റെ അതിപ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? നിങ്ങൾ എല്ലാവരും കൂടെ എന്നോടൊപ്പം ചില മിനിറ്റുകൾ ശാന്തമായി ആ ഭാഗത്തേക്കൊന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വംശ പരമ്പര ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളം കത്തിച്ചൊലിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എത്തി നിൽക്കുന്ന കാലം ഏതാണെന്ന് ഓർത്താൽ നമുക്ക് വായടച്ചിരിക്കാൻ പറ്റില്ല. അത്ര പ്രതീക്ഷയോടെ നമ്മൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കും. ദൈവമക്കൾ ഓർക്കണം, നോഹയുടെ കാലം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ആദ്യത്തെ ഒരു അപ്പനും അമ്മയും പറയുന്നുണ്ട്. ആരാ ആദ്യത്തെ അപ്പനും അമ്മയും? ആദാമും പറഞ്ഞ നമ്മൾ ഒരുമിച്ചാണ് ഇത് കേൾക്കുന്നത്. ആദാമും ഹവ്വയും. സ്തോത്രം. അവർക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? പറ, എത്ര മക്കൾ ഉണ്ടായിരുന്നു? 2 മക്കൾ. ഒരുത്തനെ കൊന്നു. ആരെ കൊന്നു? കായീൻ ഹാബേലിനെ കൊന്നു. കായീൻ ഹാബേലിനെ കൊന്നു. ചില ആൾക്കാർ കുടുംബ പാരമ്പര്യം പറയുന്നതിൽ മിടുക്കരാണ്. ഞങ്ങൾ ഏത് തറവാട്ടിൽ പിറന്നതാണെന്ന് അറിയാമോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയാം ഏത് തറവാട്ടിൽ പിറന്നതാണെന്ന്. അമ്മ മോഷ്ടിച്ചു, മോഷണം മുതൽ അപ്പന് കൊണ്ട് കൊടുത്തു. സ്തോത്രം. മൂത്ത ചെറുക്കൻ ഇളയ ചെറുക്കനെ തല്ലിക്കൊന്നു. അതിന്റെ കൊച്ചുമക്കളാണ് ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേര്. സ്തോത്രം പറയാമോ?
ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ഞങ്ങളുടെ കുടുംബ മഹിമ ഏതാണെന്നറിയാമോ? അറിയാം. മോഷണക്കാരന്റെയും കൊലപാതകിയുടെയും കൊച്ചുമക്കളാണ് ഇവിടുന്ന് സ്വത്രം പറയുന്നതെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിവുള്ള ഒറ്റ പാരമ്പര്യം, യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ച് നിത്യതയ്ക്ക് അർഹനായത് മാത്രമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത് അത് മാത്രമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കുടുംബ പാരമ്പര്യം ഇവിടേക്ക് തുടക്കത്തിലേക്ക് വരികയാണ്. നോഹയുടെ കാലം. ഇതിൽ നിങ്ങൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് വരുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച് സഹായിക്കണം. ഉൽപ്പത്തി 4:16 മുതൽ എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്രോഫോണിൽ കൊടുത്ത് വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർക്കുന്നു. ഉൽപ്പത്തി 4:16 മുതൽ വായിച്ചാൽ ഉൽപ്പത്തി 4:16 മുതൽ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ എല്ലാ ദൈവമക്കളും, ശ്രദ്ധിക്കുന്നവരെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. അങ്ങനെ അപ്പോൾ നമ്മൾ നോഹയുടെ കാലത്തേക്ക്, ആ ജനറേഷനിലേക്ക് വരിക. ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ ഈ പണ്ട് വേദപുസ്തകം പഠിക്കുന്നതിന് പ്രാരംഭ സമയത്ത് ബൈബിൾ എഴുതിയ വാക്യങ്ങളിൽ പ്രസക്തമായ ചില പ്രയോഗങ്ങളുണ്ട്. സ്തോത്രം. ആകാശവും ഭൂമിയും മാറിയാലും ഇതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുന്നത് അസാധ്യം. അപ്പൊ ഇതിനകത്തെ വള്ളിക്കും പുള്ളിക്കും വ്യംഗ്യ ചമൽക്കാരത്തിനും പോലും ഉദ്ദേശമുണ്ട്. സ്തോത്രം. പണ്ടൊരു സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ജനിപ്പിച്ചു എന്നുള്ള ഭാഗം വായിച്ചപ്പോ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ഇതിനെക്കാട്ട് നല്ല വല്ല ടെലഫോൺ ഡയറക്ടറി വായിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നെ പഠിച്ചു വന്നപ്പോഴല്ലേ ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 2 ജനറേഷനെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് വയ്ക്കുകയാണ്. ഒന്ന് ആദമിന്റെ മകൻ കായീൻ. ഒന്ന് വായിച്ച ദിവസനെ കായീൻ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേര്. ഞാൻ നിങ്ങളുടെ മുൻപിൽ ചോദിക്കട്ടെ, ആദ്യമായി നിത്യപറുദീസയിലേക്ക്, എന്നെ മലയാള ഭാഷ പറഞ്ഞാൽ വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് മനുഷ്യകുലത്തിൽ നിന്നും ആദ്യമായി പറുദീസയിലേക്ക് പ്രവേശിച്ച വിശുദ്ധന്റെ പേര് പറയാം. മനസ്സിലായില്ലേ? ആദ്യമായി മനുഷ്യകുലത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ആത്മമണ്ഡലത്തിൽ പറന്ന് കയറി ചെന്ന വിശുദ്ധന്റെ പേര് പറയാമോ? സ്തോത്രം. ഹാബേൽ. നിത്യതയിലേക്ക് ആദ്യം കയറി ചെന്നത് ഹാബേലാണ്. കട്ടിലെ കടന്നാണോ ചത്തേ? ചാകാൻ നേരത്ത് വായു ഗുളിക വരച്ചു കൊടുക്കാൻ അടുത്ത ആളുണ്ടായിരുന്നു. ഭാഗ്യമരണം എന്ന് പറയാൻ പറ്റുമോ? ഒരു തലമുറയെ കണ്ടോ? ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടോ? വീട് പോട്ട് ഒരു കുടിലെങ്കിലും സ്വന്തമായിട്ടുണ്ടായിരുന്നോ? നമ്മൾ ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് എന്തെന്നറിയാമോ? താഴെ കായിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്വന്തം സാക്ഷ്യം സ്വന്തം രക്തം കൊണ്ട് മുദ്രവെച്ച് അവൻ നിത്യതയിലെത്തിയെങ്കിൽ നേട്ടത്തെക്കാൾ വലുത് ദൈവകൃപയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. ഭൗതികതയേക്കാൾ വലുത് നിത്യതയുടെ ദർശനമാണ്. എന്നാൽ സ്വന്തം സഹോദരന്റെ ചോരക്കറ കയ്യിൽ പിടിച്ച സാക്ഷാൽ ചെകുത്താന്റെ സന്തതി എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഈ കായീൻ എന്ന പരമദുഷ്ടന്റെ കുടുംബം മുച്ചെറിയനും പൂക്കണ്ണനും ഞൊണ്ടനുമായോ? അദ്ദേഹം എവിടെ എത്തി? അദ്ദേഹത്തിന്റെ തലമുറ നിങ്ങൾ വായിച്ച ദൈവവചനം വായിച്ചപ്പെടുന്നു. വായിച്ചാട്ടെ. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. കായീൻ ഒരു പട്ടണം പണിതു. അതിന് ഹാനോക്ക് എന്ന തന്റെ മകന്റെ പേരിട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാ?
കൊല്ലപ്പെട്ട ഹാബേലാണോ സ്വന്തം മകന്റെ പേരിൽ പട്ടണം പണിത കായിനാണോ? കായിന്റെ തലമുറയാണോ? ഇനിയും കുടിലല്ല പണിതത്, ഒരു പട്ടണമാണ് പണിതത്. ഇനിയും മുൻപോട്ട് വന്നാട്ടെ, പെട്ടെന്ന് വന്നാട്ടെ. ഈരാദ് ജനിച്ചു. വായിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥൂശേലിനെ ജനിപ്പിച്ചു. മെഥൂശേലിനെ ജനിപ്പിച്ചു. മെഥൂശേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. മെഥൂശേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ശ്രദ്ധിച്ചേ. ഒന്നാമത്തേത് ആദാം, എന്നോടൊപ്പം ഉണ്ടല്ലേ? ഒന്നാമത്തേത് ആദാം, രണ്ടാമത്തേത് കായീൻ, മൂന്നാമത്തേത് ഹാനോക്ക്, നാലാമത്തേത് ഈരാദ്, അഞ്ചാമത്തേത് മെഹൂയേൽ, ആറാമത്തേത് മെഥൂയേൽ, ഏഴാമത്തേത് ലാമെക്ക്. ഈ ലാമെക്കിന്റെ തലമുറയിലാണ് പ്രളയം ഈ മണ്ണിനെ മൂടിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ദൈവം കൊല്ലപ്പെട്ട ഹാബേലിന് പകരം ഒരു മകനെ ആദമിന് കൊടുത്തു. അവന്റെ പേരാണ് ശേത്ത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് ആദം, രണ്ടാമത്തേത് ശേത്ത്, മൂന്നാമത്തേത് ഏനോശ്, നാലാമത്തേത് കേനാൻ, അഞ്ചാമത്തേത് മഹലേൽ, ആറാമത്തേത് യാരദ്, ഏഴാമത് ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. നിങ്ങൾ ഇന്ന് രാത്രി ഇന്ന് ഭാവനയെ കണ്ടേ. ലാമെക്ക് എന്ന കായിന്റെ കൊച്ചുമകൻ വേലിക്കപ്പുറത്ത്. സ്തോത്രം. ശേത്ത് എന്ന ആളിന്റെ പിൻതലമുറയിലെ ഹാനോക്ക് എന്ന ദൈവദാസൻ വേലിക്ക് പുറത്ത്. രണ്ടുപേരും പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നിങ്ങൾ ഇനിയും ദുഷ്ടനായ കായിന്റെ കൊച്ചുമകനിലേക്ക് വരികയാണ്. വായിച്ചാട്ടെ. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. അയ്യോ, ഒരുത്തിയെ പോരാ. ഒരാളെ തന്നെ എങ്ങനെ കൈകാര്യം കൊണ്ടു നടക്കും എന്നോർത്ത് പലരും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരേ സമയം 2 പേരെ. ഇനിയും പ്രാർത്ഥിച്ചു ഉപവസിച്ചും ദൈവനിയോഗം അനുസരിച്ചെടുത്തതല്ല. ഒരുത്തിക്ക് ആദാ എന്ന്, അഡോൺ അലങ്കൃത, അവൾ വയാ ബ്യൂട്ടി പാർലർ വഴിയാ വരവ്. മറ്റവൾക്ക് സില്ല എന്ന്, തിളങ്ങുന്നവൾ എന്ന്, കണ്ണിനിമ്പമായതിനെ ലിവിങ് ടുഗദർ എന്ന ശൈലിയിൽ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കായിൻ എന്ന മഹാദുഷ്ടന്റെ കൊച്ചുമകൻ ഇവിടെ കുടുംബജീവിതം പണിയുകയാണ്. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞ് ശ്രദ്ധിക്കണേ. കായിൻ എന്ന കൊച്ചുമകന്റെ കുടുംബജീവിതത്തിലേക്ക് നോക്ക്. ഈ മ്ലേച്ഛ കുടുംബ ബന്ധത്തിൽ ജന്മം കൊണ്ടവൻ ആരെങ്കിലും മാനസിക രോഗിയായിരുന്നോ? ഒന്ന് വായിച്ച ദൈവദാസനെ വായിച്ചേ പെട്ടെന്ന്. ആദാ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും. കേട്ടോ, പശുപാമിന്റെ ഉടമസ്ഥനായി ഒരു മകൻ മാറി. വായിച്ചാട്ടെ. അവന്റെ സഹോദരന് യൂബാൽ എന്ന പേർ. ഇവൻ കിന്നരവും കീബോർഡിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ അപ്പൂപ്പനായിട്ട് അവൻ മാറി. വായിച്ചാട്ടെ. വേണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. അടുത്ത വാക്യം. സില്ല തുബേഖായിനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പും കൊണ്ടുള്ള ആയുധങ്ങളെ ഓണറായി മറ്റൊരാൾ മാറി. വായിച്ചാട്ടെ. തുബേഖായിന്റെ പെങ്ങൾ നയമ ലാമെക്ക് തന്റെ ഭാര്യമാരോട്. ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേൾക്കുന്നത് നിങ്ങളോട് ചോദിക്കുന്നു. ദൈവത്തെ വിട്ട് സ്വന്തം സഹോദരന്റെ ചോരക്കറ കയ്യിൽ പിടിച്ച് തട്ടിപ്പറിച്ച് കൊലപാതകനായവന്റെ തലമുറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവന്റെ സമൃദ്ധിക്ക് നടുവിൽ ആ ഹാനോക്ക് എന്ന ഉടലോടെ എടുക്കപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ ഹാനോക്ക് എന്ന ദൈവദാസൻ പ്രവചനാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവനായി ജന്മം കൊടുത്ത മകന് മൃത്യുശലേഹ് അയക്കപ്പെടും. ഇവന്റെ മരണം വരുമ്പോൾ ഈ ഭൂമിയെ കൂട്ടമരണം മൂടും എന്ന് പ്രവചനാത്മാവിൽ പേര് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചു, ലാമെക്കിന് ഒരു മകൻ ജനിച്ചു, നോഹ. അങ്ങനെയാണെങ്കിൽ നോഹയുടെ അപ്പൻ, ലാമെക്കിന്റെ അപ്പൻ, മെഥൂശലേഹിന്റെ അപ്പൻ ഹാനോക്ക് ജീവിച്ച കാലത്ത് ബഹുഭാര്യത്വവും മ്ലേച്ഛതയും നിറഞ്ഞ ആ തലമുറയിൽ അശുദ്ധിയുടെ സന്തതി പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ദൂതിന് നടുവിൽ തിരിച്ചറിയണം. കർത്താവേ, കായീന്റെ കൊച്ചുമകന്റെ വീട്ടിലെ സമൃദ്ധിയേക്കാൾ ഹാനോക്കിന്റെ മുറിക്കകത്ത് വെളിപ്പെട്ട ദർശനം എനിക്ക് മതി എന്ന് ബോധ്യമുള്ള ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ.
ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി പ്രവചിച്ചു പറയുകയാണ്, ഇവിടെ തട്ടിപ്പറിക്കാനും വെട്ടിപ്പിടിക്കാനും നിനക്കൊന്നുമില്ലെങ്കിലും നീ ദൈവകൃപയിൽ നിൽക്കുന്നെങ്കിൽ നിന്റെ തലമുറയെ സംരക്ഷിക്കുന്ന ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് പ്രവചനാത്മാവിൽ ദൂത് വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലെ, അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാരെ, പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഈ കായിന്റെ കൊച്ചുമക്കൾ പട്ടണം പണിതവരാണ്, അവർ സമൃദ്ധിയുടെ ഉല്ലാസ പറവകളിൽ പറന്നുയർന്നവരാണ്. എന്നാൽ തലമുറകളിൽ ഒന്നുപോലും ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ മകൻ, മെതുശലേഹിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ, നോഹയുടെ കൊച്ചുമകൻ, അബ്രഹാമിന്റെ പിന്തലമുറകളെ ഇന്നും പലസ്തീന്റെ മണ്ണിൽ സൂക്ഷിച്ച ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീർ തുള്ളികൾ വീണിട്ടുള്ള തലമുറ നഷ്ടപ്പെടാതെ നിലനിർത്താൻ കഴിവുള്ള ദൈവത്തെയാണ് ഈ രാത്രി നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഇവിടുത്തെ സമൃദ്ധിയേക്കാൾ വലുത് നിത്യതയുടെ ദർശനമാണ്. അത് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. ഇതാ പെട്ടകം പണിക്ക് നോഹയോട് ദൈവം സംസാരിക്കുക. മോനെ നോഹേ, ഈ പ്രളയം ഇത്തലമുറയെ മൂടുമ്പോൾ നീ ഒരു പെട്ടകം പണിയണം. ആ പെട്ടകം പണിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എത്ര പേർ ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു? സ്തോത്രം. ആ കാലഘട്ടത്തെ നിങ്ങളൊന്ന് വിലയിരുത്തിക്കേ. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം തകർന്ന കാലം, ബഹുഭാര്യത്വം വർദ്ധിച്ച കാലം, അതിക്രമം കൊണ്ട് ഈ ഭൂമി നിറഞ്ഞ കാലം. എന്തിന്? ഒരു വസ്തുതയോടെ പറയാം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ശ്രദ്ധിച്ചു കേൾക്കണേ, ചുരുങ്ങിപ്പോയ കാലം. എത്ര പേരുണ്ടായിരുന്നു പെട്ടകത്തിൽ? പറഞ്ഞാട്ടെ, എത്ര പേരുണ്ടായിരുന്നു പെട്ടകത്തിൽ? 80? എത്ര? 8. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? കായിന്റെ സന്തതി പരമ്പരകൾ ദുർമാർഗികളായി അധപ്പതിച്ചു, പോട്ടെ, അവരെ വിടൂ. ഞാൻ ചോദിക്കുന്നു, ഉടലോടെ ഒടുക്കപ്പെട്ടയാളല്ല ഈ ഹാനോക്ക്? അല്ലേ? ഈ ഹാനോക്കിന്റെ 365 വയസ്സ് വരെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും എന്തിയെ? 969 വർഷം ആ ദൈവദാസന്റെ മകൻ മെതുശലേഹ് ജീവിച്ചില്ലേ? അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും എവിടെ? 777 കൊല്ലം അദ്ദേഹത്തിന്റെ മകൻ ലാമേക്ക് ജീവിച്ചില്ലേ? എത്ര ആയിരങ്ങൾക്ക് ജന്മം കൊടുത്തു. ഇനിയും ഇവരാരെങ്കിലും പെട്ടകത്തിൽ ഉണ്ടായിരുന്നോ? എന്നാൽ പ്രളയം ഒരു തലമുറയെ നക്കിത്തുടയ്ക്കാൻ സമയമായപ്പോൾ, ഇവർ മുഴുവൻ പെട്ടകത്തിന് പുറത്തായപ്പോൾ വിരളയിലെണ്ണാനുള്ള 8 പേര് മാത്രമേ പെട്ടകത്തിൽ ഉണ്ടായിരുന്നുള്ളെങ്കിൽ രജിസ്റ്ററിൽ പേരുള്ള എല്ലാരെയും ചേർക്കാനല്ല യേശു വരുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ സംഘത്തെ ദൈവം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അവരെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ചെറിയ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങിപ്പോകുന്ന കാലം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെല്ലാം നിരീശ്വരവാദികളായിരുന്നെന്ന്? ഒരിക്കലും നിരീശ്വരവാദികളായിരുന്നില്ല. ദൈവാസ്തിക്ക് നിഷേധികളായിരുന്നില്ല. അവർ ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു. പക്ഷേ ഏത് വിധത്തിലുള്ള ദൈവത്തെ? 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടം വെട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന ദൈവത്തെയല്ല, നിത്യതയുടെ ദർശനം പ്രാപിച്ച ചില പ്രിയപ്പെട്ടവർ അതിനകത്തുണ്ടായിരുന്നെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു ദൈവത്തെ ആരാധിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ കല്ലറയ്ക്ക് പുറത്തുള്ളത് നേടിയെടുക്കാൻ സഹായിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം ആ തലമുറയിൽ ഉയർന്നു. കല്ലറയ്ക്കപ്പുറത്തുള്ളത് ബോധപൂർവം മറന്നു കളഞ്ഞ ഒരു തലമുറയിൽ
നിത്യതയുടെ ദർശനം പ്രാപിച്ച ഒരു ചെറിയ സംഘമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രാത്രി യേശു മേഘങ്ങളിൽ വന്നാൽ ഞാൻ അവിടുത്തെ സന്നിധിയിൽ കാണുമെന്ന് ഉറപ്പ് പ്രാപിക്കുന്ന ഒരു ചെറിയ സംഘത്തെ ഇതിനകത്ത് ദൈവം അന്വേഷിക്കുകയാണ്. ആ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഇന്ന് രാത്രി പാതാള ശക്തികൾ ചില വ്യക്തികളെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചെറിയ സംഘത്തെ ദൈവം ഇതിനകത്ത് അന്വേഷിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മ നിയോഗത്തോട് ആരാധിച്ചിട്ട് പറയണം, എന്റെ ദൈവം കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് ഇന്ന് രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്നതെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചതുപോലെ, ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ മേൽ ഉയർന്നതുപോലെ അധികം താമസിക്കാതെ ദൈവത്തിന്റെ കരം ഇതിന്റെ മുകളിൽ ഉയരും. ഉറപ്പായി പറയുന്നു, എന്റെ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ഉയരും. അടുത്ത വർഷത്തെ സുവിശേഷ യോഗം ഒരുപക്ഷെ നടക്കും മുൻപ് നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ വന്നാൽ കൈവിടപ്പെടാതിരിക്കത്തക്ക വിധം ദൈവാത്മാവ് രാത്രി വ്യക്തികളെ ഒരുക്കുകയാണ്. സുവിശേഷകരുടെ രക്തം പുഴ പോലെ ഒഴുകുന്ന ഈ തലമുറയിൽ ഈ പ്രകൃതിയോട് ദൈവത്തിന്റെ കരം കണക്ക് ചോദിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു. അത് പ്രത്യാശ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇവിടുന്ന് വിളിച്ചു പറയട്ടെ, യുഗം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 8 പേർ പെട്ടകത്തിൽ സജ്ജമാകുകയാണ്. ദൈവം പറഞ്ഞു, മോനെ നോഹേ, ഇനിയും നീ അകത്ത് കയറ്, പെട്ടകത്തിന്റെ കവാടം ഞാൻ അടയ്ക്കാൻ തുടങ്ങുകയാണ്. കൃപയുടെ വാതിൽ അധികം താമസിക്കാതെ അടയുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ഈ വിളിച്ചു കൂവുന്നത് സാധാരണ ശബ്ദമല്ല. ദൈവകൃപയുടെ വാതിൽ ഈ തലമുറയിൽ അധികം താമസിക്കാതെ അടയും. ഇന്ന് രാത്രി എന്റെ കൂടപ്പിറപ്പേ, താങ്കൾ നിൽക്കുന്നത് അപകട മേഖലയിലല്ലെങ്കിൽ താങ്കൾക്ക് നിത്യതയ്ക്ക് അവകാശമുണ്ട്. എന്നാൽ അപകട മേഖലയിലാണെങ്കിൽ ഇന്ന് രാത്രി ഒരുക്കപ്പെടട്ടെ. കൃപയുടെ വാതിൽ അടയുന്ന ദിവസങ്ങൾ കൺമുൻപിൽ വരാൻ തുടങ്ങുന്നു. ആ കൃപയുടെ വാതിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവിന്റെ രക്തത്തിന്റെ വിടുതലാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ആ പെട്ടകത്തിന്റെ കവാടം ഇന്ന് രാത്രി തുറന്നു കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. എന്താ പ്രത്യേകത? ഒന്ന്, ഇന്റലക്ച്വലായി മനുഷ്യൻ കുതിച്ചുയർന്ന കാലം. 2, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങിപ്പോയ കാലം. 3, പ്രസംഗിക്കുന്നവനെ മറ്റുള്ളവർ പരിഹസിക്കുന്ന കാലം. 4, സ്തോത്രം, വളരെ പ്രാധാന്യത്തോടെ നശിക്കുന്ന മണ്ണിൽ നിന്നും ഗോഫർ മരം സ്വീകരിച്ച് നശിക്കാത്ത മണ്ണിൽ ഉറയ്ക്കുന്ന പെട്ടകം പണി നടക്കുന്ന കാലം. കരം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. നശിക്കുന്ന മണ്ണിൽ നിന്നും ഗോഫർ മരം സ്വീകരിച്ച് നശിക്കാത്ത മണ്ണിൽ ഉറയ്ക്കുന്ന പെട്ടകം പണി നടക്കുന്ന കാലം. എന്നാൽ ഇതിന് നടുവിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ സ്തോത്രത്തോടെ കാത്തിരിക്കുകയാണ്. എന്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും. കാഹളത്തിന്റെ ഉരത്ത നാദം ഇന്ന് രാത്രി യോഗം അവസാനിക്കും മുൻപ് ആകാശമേഘങ്ങളിൽ മുഴങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ബോധ്യമുള്ള ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ എന്നോടൊപ്പം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ വിളിച്ചു പറയട്ടെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ബാക്കിയൊന്ന് പറയാമോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ആയിരിക്കും. ഇവിടെ ആരാധിക്കുന്ന ദൈവവൈതലേ, ഇതിനകത്ത് കത്തൽ അനുഭവിക്കുന്ന ചില ദൈവമക്കൾ ഇവിടെ ഇരിപ്പില്ലേ? യെരൂശലേമിൽ
നിന്ന് എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരോട് എന്റെ കർത്താവ് ചേർന്ന് നടന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നത് പോലെ ഇന്ന് രാത്രി അകത്താത്മാവിന്റെ കത്തൽ അനുഭവിക്കുന്ന ചില ദൈവമക്കൾ ഇവിടെ ഇരിപ്പില്ലേ? കാഹളത്തിന്റെ നാദം മധ്യാകാശത്തിൽ മുഴങ്ങുന്ന വേളയിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിൽ നിന്ന് പറുദീസയിലേക്ക് പറന്ന് കയറുന്ന ഒരു മഹാസംഭവം നടക്കുമെന്ന് സങ്കല്പിക്കുകയല്ല, അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടുന്ന് ആത്മാവിൽ പറയണം, അത് വിശ്വാസ കണ്ണുകളാൽ ഞാൻ കാണുകയാണ്, എന്റെ പേര് അവിടെ ഉണ്ടായിരിക്കും. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിൽ നിന്നും ഇന്ന് രാത്രി ആരാധനയുടെ ശബ്ദം ഉയരണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ വിശ്വാസ കണ്ണുകളാൽ രംഗമൊന്ന് കാണുകയാണ്. ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന രംഗം, അത് വാക്കുകൾ കൊണ്ട് വിശകലനം ചെയ്യാൻ സാധ്യമല്ല, അത് വാക്കുകൾ കൊണ്ട് വിശകലനം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായി കെട്ടിടം എന്നോട് ചേർന്ന് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഈ കൂടാരം വിട്ടാലും കൂടാരത്തിൽ വസിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, കറുത്ത ശരീരത്തോടുകൂടെ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോടുകൂടെ അസ്ഥി ഘടനകളുടെ ബലഹീനതകളോടുകൂടെ ചെന്നിട്ട ഹൃദയ ഭിത്തികളോടുകൂടെ നീ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ രാത്രി പറയട്ടെ, ഇന്ന് രാത്രി കിടക്കയിൽ നീ ഗാഠനിദ്രയിലായിരിക്കുമ്പോഴോ നീ പ്രഭാത ഭക്ഷണം ഒരുക്കുമ്പോഴോ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണെങ്കിൽ നീ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ തേജസ്സിന്റെ രൂപാന്തര അനുഭവത്തിൽ നിത്യതയുടെ മേഖലയിലേക്ക് ആത്മാവിൽ പറന്ന് കയറുന്നത് ഇരിക്കുന്ന ഇരിപ്പിൽ വിശ്വാസ കണ്ണുകളാൽ ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഇവിടെ സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നാം പ്രാപിക്കാൻ തുടങ്ങുന്ന ആ മഹത്വ ശരീരത്തിന്റെ സവിശേഷത അകത്ത് കത്തുന്ന ദൈവമക്കൾ ആത്മാവിൽ കണ്ടിട്ട് ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയണം. ഈ പ്രകൃതിയുടെ അങ്ങേ തലയ്ക്കലേക്ക് ദൈവത്തിന്റെ തിരുസഭ പറന്നു കയറുന്ന സമയം. അറിയാത്തൊരു കത്തലകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഭാഗ്യമാണ് ആ സമയത്ത് സംഭവിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹത്വ ശരീരത്തിന്റെ തത്തുല്യ പ്രഭ ധരിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇതാ ഇവിടെ നിന്ന് പറുദീസയിലേക്ക് എടുക്കപ്പെടുന്ന മനോഹര രംഗം. ഇരുട്ടിന്റെ ശക്തികൾ ആധിപത്യം പുലർത്തിയ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർസോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്നതിനേക്കാൾ വേഗതയിൽ പറന്നുയരുന്ന മഹത്വ ശരീരത്തിൽ കാഹളത്തിന്റെ ഉരത്ത നാദത്തിങ്കൽ ദൈവത്തിന്റെ തിരുസഭ ഈ മണ്ണ് വിട്ട് കടന്നു പോകുന്ന രംഗം ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ആ ദിവസം അടുത്തു വരികയാണ്. ലോക സംഭവങ്ങൾ പറയുന്നു, അധിക നാളുകൾ ഇനിയും ഇല്ല. യേശുവിന്റെ രക്തത്താൽ കനികൾ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുങ്ങുന്നു. രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. കർത്താവിന്റെ കരം ചില വ്യക്തികളെ ആഴത്തിൽ തൊടുകയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയട്ടെ, സമയം അതിന്റെ സന്ധ്യയിലേക്ക് അടുക്കുകയാണ്. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യഹൂദജാതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുമെന്നും അവർ സ്വന്തം മണ്ണിലേക്ക് ഒരു
തരി പോലും നിലത്ത് വീഴാതെ മടങ്ങിപ്പോകത്തക്ക വിധം യുഗത്തിന്റെ സന്ധ്യയിൽ സംഭവങ്ങൾ ഒരുങ്ങുമെന്നും അതിന് തയ്യാറെടുക്കുമ്പോൾ ദൈവസഭ കണ്ണടച്ചുറങ്ങരുത്, ദൈവസഭ തല ഉയർത്തിക്കൊള്ളണം. ഇത് നടക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ തിരുസഭ യാത്ര പോകാൻ സമയം അടുത്തു എന്നും ഉറപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം അടുത്ത ചില ദിവസങ്ങൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് വീണ്ടും ഇസ്രായേൽ മടങ്ങുമ്പോൾ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ തിരുസഭ ഓർക്കുക. സങ്കല്പമല്ല, നാഥന്റെ മടങ്ങി വരവ് ഒരു മഹാപ്രളയത്തിന്റെ ദുരന്തം ഈ മണ്ണേറ്റെടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഒരുങ്ങണം. ഇനി അധിക നാൾ ഇങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകയില്ല. ഞാൻ അവിടെ കാണും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ ശബ്ദമുയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഞാൻ അവിടെ കാണും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ആ യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറഞ്ഞ്, ഇന്ന് രാത്രി നമ്മുടെ നിത്യത എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്യഭാഷകളെ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുകയാണ്. പൈശാചിക ശക്തികൾ ഈ കാര്യങ്ങൾ കാണാൻ അനുവദിക്കാതെ നിന്റെ കണ്ണിനെ ബന്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി ചില വ്യക്തികളെ തൊട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കെട്ടിനെ അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. നാളെ നടത്താൻ നിന്റെ തലമുറയ്ക്ക് നേരെ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി അഴിക്കാൻ കഴിവുള്ള ഒരു കരമാണ് ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. വരവടുത്തെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, എണ്ണം ചുരുങ്ങുകയാണ്, എണ്ണം ചുരുങ്ങുകയാണ്. കായീന്റെ തലമുറ പ്രളയത്തിൽ മുങ്ങുമ്പോൾ വിളിക്കപ്പെട്ടവരുടെ തലമുറകൾ അവഗണിക്കപ്പെടുമ്പോൾ ആ 8 പേർ പെട്ടകത്തിൽ എന്നതുപോലെ ഞാൻ അതിനകത്ത് കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശക്തനായ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ ഒരുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ മേൽ ആധിപത്യം പുലർത്തുന്ന ആധിപത്യത്തിന്റെ ചങ്ങല യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ അതിവിടെ സംഭവിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രക്തത്താൽ ചെയ്യും അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചില വ്യക്തികളെ വിടുവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രാത്രിയെ കലം നീട്ടുന്ന രാത്രിയാണ്. സാത്താൻ ചില വ്യക്തികളെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ രാത്രി എന്റെ കൂടെ പുറമെ ശാന്തമായി ശ്രദ്ധിക്കണേ. നിന്റെ ജീവിതയാത്രയിൽ നീ എത്തി നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ആഴത്തിൽ ആത്മപരിശോധന ചെയ്യണം. ചില നാളുകൾക്ക് പുറകിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ് തൊട്ട് മുൻപിലിരിക്കുന്ന ഒരാളിനോട്, ഒരു പ്രത്യേക കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനോട്, സഹോദര, ഈ യോഗം കഴിഞ്ഞ് താങ്കളുടെ യാത്ര മരണത്തിലേക്കാണോ അല്ലെന്ന് ആർക്കറിയാം എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഓർത്തില്ല അദ്ദേഹത്തിന്റെ മേലുള്ള വിധിയുടെ മുന്നറിയിപ്പാണ്. യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് റാന്നിയിലേക്ക് എന്റെ വാഹനം ചെന്ന് കയറുമ്പോ യോഗസ്ഥലത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ, ആ വാക്ക് ഭീകരമായി പോയി. മുൻപിലേക്ക് അദ്ദേഹം ഇറങ്ങുകയും ഒരു തടിലോറ് എതിരെ വന്ന് അദ്ദേഹം ചിതറിപ്പോവുകയും ചെയ്തല്ലോ. എന്ന് രാത്രി പറയട്ടെ, ഈ ക്ഷണികമായ കൊച്ചായുസിന് നിത്യതയെ കാണാൻ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ഭാഗ്യം. ഇന്ന് രാത്രി എന്റെ പേരവിടെയുണ്ട്. ഇന്ന് രാത്രി എന്റെ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ നിത്യതയുടെ ഓഹരിക്കാരനാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? തലയിൽ മുൾമുടി അണിഞ്ഞവരായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവരായി, വിലാവ് കുത്തിപ്പിളർക്കപ്പെട്ടവരായി, ആബാധ ചൂടം ചുടുനിനമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടയുന്ന യേശുവിലേക്ക് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുയർത്തിയിട്ട്
യേശുവേ ഞാൻ വരികയാണ് ക്രൂശിന്റെ ചുവട്ടിലേക്ക്, എന്നെ സ്വീകരിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇതിനകത്ത് സജ്ജമായാൽ അതാണ് കൃപയുടെ പെട്ടകത്തിന്റെ കവാടം നിനക്കായി തുറക്കുന്നത്. അത് നിന്റെ തകർച്ചയുടെ സമയമല്ല, അത് നിന്റെ വിടുതലിന്റെ രാത്രിയായിരിക്കും. ആ ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കണം.